സ്വാതി തിരുനാൾ എടുത്തപ്പോഴും ഇങ്ങേയറ്റത്ത് രവിവർമ്മയുടെ കഥാപാത്രം വന്നപ്പോഴും അങ്ങ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നായക താരങ്ങളിലേക്ക് നോക്കിയതേയില്ല. ഓർമ്മിക്കുന്നു, സുരേഷ് ഗോപിയെ ഒരു ഘട്ടത്തിൽ രവിവർമ്മയാക്കിയാൽ കൊള്ളാം എന്ന് അങ്ങ് മനസ്സിൽ കരുതി. പക്ഷേ ആത്യന്തികമായി അത് പ്രശസ്ത ഛായാഗ്രാഹകനും കൂടിയായ സന്തോഷ് ശിവനെയാണ് അങ്ങ് ഭദ്രമായി തന്നെ ഏൽപ്പിച്ചത്. പഴശ്ശിരാജ ഹരിഹരൻ സംവിധാനം ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ ഒരു സൂപ്പർ സ്റ്റാറാണ് പഴശ്ശിരാജയായിട്ട് അഭിനയിക്കുന്നത്. പക്ഷേ അങ്ങേക്ക് സ്വാതി തിരുനാളായോ അല്ലെങ്കിൽ രവിവർമ്മയായോ ഈ ആ ഒരു തലത്തിലുള്ള ആളുകളിലേക്ക് എന്തേ നോട്ടം പോയില്ല? അന്നിവിടെ ലൈം ലൈറ്റിൽ നിന്ന് നമുക്കെപ്പോഴും 2-3 നടീനടന്മാരാണ് ഉണ്ടാവുക. അവരെ വെച്ചുകൊണ്ട് എനിക്ക് സ്വാതി തിരുനാളിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം അവരുടെ സിദ്ധിയെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാണലൊന്നുമല്ല, പക്ഷേ അതിൻ്റെ ഹൈറ്റ്സിനെ കുറിച്ച് എനിക്ക് നല്ല തിട്ടമുണ്ട്. എന്തൊക്കെയാകും എന്നെനിക്ക് സാമാന്യം ബോധമുണ്ട്. അതുകൊണ്ട് അവർ വേണ്ടെന്ന് വെച്ചു. പിന്നെ ആര്? ഞാൻ മലയാളത്തിൽ കുറേ പേരെ സ്ക്രീൻ ടെസ്റ്റിനും അല്ലാതെ നേരിട്ട് വിളിച്ചും ഒക്കെ കണ്ടതാണ്. അങ്ങനെ തൃപ്തി വരാതിരിക്കുമ്പോൾ കമലഹാസനെ എൻ്റെ നിർമ്മാതാവ് ആലോചിക്കണമെന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് മലയാളത്തിൻ്റെ പിന്നെ നമ്മൾ കൊടുക്കുന്ന റെമുനറേഷനും അദ്ദേഹം തമിഴിൽ അന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന റെമുനറേഷനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്ത കാരണം അദ്ദേഹം മാറി. നസറുദ്ദീൻ ഷായെ അത് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ നസറുദ്ദീൻ ഷാ സ്വാതി തിരുനാളായി അഭിനയിക്കുന്നത് വേറെ ചില പ്രശ്നങ്ങൾ വരും എന്ന് പറഞ്ഞിട്ട് നിർമ്മാതാവിനൊരു ചെറിയ ആട്ടം. അപ്പം തുടക്കത്തിൽ അദ്ദേഹത്തിനെ ആ നിലയിൽ പരീക്ഷിക്കേണ്ട എന്ന് ഞാൻ വെച്ചു. പിന്നീട് വളരെ ആക്സിഡൻ്റലായിട്ട് ടെലിവിഷനിൽ ഹംസഗീത എന്നുള്ള സിനിമ ഒരു ഉച്ചക്ക് ഞായറാഴ്ച ഉച്ചയ്ക്ക് നാഷണൽ നെറ്റ്വർക്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അനന്തനാഗനെ പിന്നെ അങ്കൂറിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അനന്തനാഗിൻ്റെ രൂപം വരുന്നത്. പക്ഷേ ഒരു അന്നത്തെ ഏറ്റവും വലിയ യാഥാർത്ഥ്യത എന്ന് പറയുന്നത്, സിനിമ കണ്ട് ഞാൻ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി ലോബിയിൽ കീ കൊടുക്കാനായിട്ട് വരുമ്പോൾ ഇതേപോലെ കീ കൊടുക്കാൻ അവിടെ അനന്തനാഗ് നിൽപ്പുണ്ട്. ഞങ്ങൾ അവിടെ വെച്ച് പരിചയപ്പെടുന്നു. ഞാനിങ്ങനെ നിങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി, നമുക്കത് വൈകുന്നേരം സംസാരിക്കാം എന്ന് പറയുന്നു. വൈകുന്നേരത്ത് പ്രൊഡ്യൂസറും ഞാനും കൂടെ അദ്ദേഹത്തെ കാണുന്നു, ഫിക്സ് ചെയ്യുന്നു. അതാണ്. പക്ഷേ അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് വളരെ ഈ സ്വാതി തിരുനാളിൻ്റെ മുഴുവൻ സംഘർഷങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുന്ന എന്നാൽ സുന്ദരനായ ഒരാളാവണം ഇതിൽ അഭിനയിക്കേണ്ടുന്നത്. ആ നിലയിലാണ് അനന്തനാഗിനെ കാസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും പുരസ്കാരങ്ങൾ നിരവധി അങ്ങയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ പൊതുവെ അവാർഡുകളോട് അതിൻ്റെ നിർണയങ്ങളോട് അങ്ങേക്ക് വളരെ വിമർശനാത്മകമായ സമീപനം തന്നെയാണ് മലയാളികൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. മറ്റു ഭാഷകളിൽ നിന്നുള്ള വിദഗ്ധന്മാരെ ഇങ്ങോട്ട് കെട്ടിയിറക്കേണ്ട കാര്യമില്ല എന്ന് പോലും അങ്ങ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തട്ടെ, 1994 ദൈവത്തിൻ്റെ വികൃതികൾ ശ്രീ എം മുകുന്ദൻ്റെ പ്രശസ്തമായ നോവലിനെ ആധാരമാക്കിയ ആ ചലച്ചിത്ര ശില്പത്തിൻ്റെ മികച്ച ചിത്രം എന്ന പുരസ്കാരം, കുലം മികച്ച ജനപ്രിയ ചിത്രം അല്ലേ? സ്വാതി തിരുനാളിനെ പറ്റി പറഞ്ഞു, രാത്രി മഴയെക്കുറിച്ചും മകരമഞ്ഞും ഇവിടെ സൂചിപ്പിച്ചു. 1989 വചനം അങ്ങ് രൂപപ്പെടുത്തുന്നത് അല്ലേ? അപ്പോൾ ഈ കാലത്തും ആൾ ദൈവങ്ങളെക്കുറിച്ചൊക്കെ പല വിമർശനാത്മകമായ പരാമർശങ്ങളും വിവാദങ്ങളുമൊക്കെ ഉണ്ട്. അങ്ങ് വളരെ മുമ്പ് തന്നെ, ഏതാണ്ട് ഒരു 10-20 കൊല്ലം മുമ്പ് തന്നെ ഈ കാര്യം നിർവഹിച്ചു. എതിർപ്പുകൾ ഉണ്ടായിരുന്നോ അന്ന് ആ ചിത്രത്തിന്? ഉണ്ടായിരുന്നു, വളരെ രൂക്ഷമായ എതിർപ്പുകളുണ്ടായിരുന്നു. അത് ഈ പിന്നെ അന്നത്തെ അവാർഡ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള എം എസ് സത്യു അടക്കമുള്ള അവരുടെ സൈറ്റേഷൻ, ആ സിനിമയ്ക്ക് അവാർഡ് നൽകാതെ പറഞ്ഞിട്ടുള്ള സൈറ്റേഷനാണ് എന്നെ വല്ലാതെ വിസ്മയിപ്പിച്ചതും
ചൊടിപ്പിച്ചത്. ഈ സിനിമ ഗാന്ധിസത്തെയൊക്കെ അവഹേളിച്ചിട്ടുള്ള ഈ സിനിമ എങ്ങനെയാണ് പ്രദർശന അനുമതി നൽകിയത്? അവരുടെ ജോലിപ്പെട്ടതായിരുന്നില്ല അത് നോക്കാൻ വേറെ രാജ്യത്ത് വേറെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അവാർഡ് കമ്മിറ്റിക്കാർ ഇത്തരം വലിയ ഇതൊന്നും അന്ന് ഞാൻ പറഞ്ഞ വാചകമാണ്. അവാർഡ് കമ്മിറ്റി ഇത് അവാർഡിന് അർഹമാണോ അല്ലയോ എന്ന് മാത്രം നിങ്ങൾ പറയുക, മറ്റു കാര്യങ്ങളെക്കുറിച്ച് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് അത് MS സത്യു പോലുള്ള നമ്മൾ ബഹുമാനിക്കുന്ന എനിക്ക് ഏറ്റവും സ്നേഹമുള്ള ഒരു സംവിധായകനും കമ്മിറ്റിയുമായിരുന്നു അന്നത് പറഞ്ഞത്. കാരണം അവർക്ക് പോലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ആൾ ദൈവങ്ങളൊക്കെ വളരെ സ്വീകാര്യമാണ്. കാരണം അന്നത്തേക്കാൾ കൂടുതൽ ആളുകൾ അങ്ങോട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഇപ്പോൾ സ്വാധീന അതേപോലെ ദൈവത്തിൻ്റെ വികൃതികൾ ഇങ്ങനെയുള്ള എൻ്റെ സിനിമകൾക്കൊക്കെ തന്നെ ഒരുപക്ഷെ ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ സിനിമകളെക്കുറിച്ച് ഞാൻ തന്നെ ഒരു ആലോചനയിൽ എനിക്ക് തോന്നിയത് ഏതാണ്ട് വിഷയങ്ങൾ ഒന്ന് തന്നെയാണ്, എന്നാൽ വൈവിധ്യമാണെന്ന് പറയുമ്പോഴും. ഇപ്പോൾ ദൈവത്തിൻ്റെ വികൃതികളിൽ അൽഫോൻസ് അച്ഛൻ്റെ ആ കഥാപാത്രത്തിൻ്റെ കാര്യം വന്നപ്പോൾ അങ്ങ് രഘുവരനിലേക്ക് പോയി. അതെ, പുരാവൃത്തത്തിൻ്റെ കാര്യം വന്നപ്പോൾ അല്ലേ പുരാവൃത്തം അങ്ങ് ഓംപുരിയിലേക്ക് പോയി. ഇങ്ങനെ വ്യത്യസ്ത കഥാതലങ്ങൾക്ക് വേണ്ടി ഒരു ദേശാടനം നടത്തുന്ന ഒരു സംവിധായകൻ അല്ലേ, എന്താണ് അതിൻ്റെ ന്യായീകരണം? പ്രചോദനം എന്ന് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗി. അല്ല, അതിന് ഏറ്റവും സൂട്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ പുരാവൃത്തത്തിൽ മമ്മൂട്ടി ആയിരുന്നെങ്കിൽ അതിൻ്റെ കച്ചവട ഇതിലേക്ക് ഭയങ്കര സഹായിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ആ കഥാപാത്രത്തെ അന്ന് വണ്ണത്താൻ രാഘവൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ കഥാപാത്രത്തെ അന്ന് ഞാൻ സങ്കല്പിക്കുമ്പോൾ മമ്മൂട്ടി എൻ്റെ കാഴ്ചകളിലേ ഇല്ല. കാരണം അത് വസൂരി കലയൊക്കെ നിറഞ്ഞ വളരെ ധിക്കാരിയായിട്ടുള്ള ഒരു എന്നാൽ കർഷകൻ ആയിട്ടുള്ള അത്തരം മുഖമുള്ള ഒരാളെ അന്വേഷിച്ചപ്പോൾ ആദ്യം ചെന്ന് നിന്നത് ഓംപുരിയിലാണ്. പിന്നെ അവിടെ നിന്ന് ഇളക്കം വന്നില്ല. അതാ സംഭവിച്ചത്. എന്നോട് പലരും പറഞ്ഞു മമ്മൂട്ടിയെ കാസ്റ്റ് ചെയ്യും, അതുകൊണ്ട് ഗുണമുണ്ടാവുമായിരിക്കില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ എൻ്റെ മനസ്സ് അങ്ങനെയല്ല സഞ്ചരിച്ചത്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വികൃതികൾ എനിക്ക് അന്ന് മലയാളത്തിലെ മുന്നിൽ നിൽക്കുന്ന ഒരു ഒരു ആക്ടറെയും വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വികൃതികളെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ കഴിയില്ല. കാരണം ഞാൻ ആദ്യമേ അതിൻ്റെ മുകുന്ദൻ്റെ പാത്ര സൃഷ്ടിയിലെ രൂപഘടനയെ പൊളിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം വളരെ മല പോലത്തെ മാറും ഗുഹ പോലത്തെ വായുമുള്ള അന്തരീക്ഷത്തിൽ കഞ്ചാവിൻ്റെ പുകയിലിങ്ങനെ പറന്ന് കിടന്ന് മാഹി പള്ളിയുടെ കുരിശടി മേൽ വന്ന് നിന്നിട്ട് ഈ മാഹിയെ മുഴുവൻ ഇങ്ങനെ നോക്കിക്കാണുന്ന ഒരു മാന്ത്രിക പരിവേഷമുള്ള അൽഫോൻസ് അച്ഛന് എന്നുള്ള അത് വിട്ടിട്ട് കൃത്യമായ തൻ്റെ മണ്ണിൽ തന്നെ കാലൂന്നി നിൽക്കുന്ന, ഒരിക്കലും അതിൽ നിന്ന് വേർപെട്ട് പോകാൻ കഴിയാത്ത, ജീവിതത്തിൻ്റെ എല്ലാ പങ്കപ്പാടുകളും അനുഭവിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ ഈ അൽഫോൻസ് അച്ഛനെ കാണാൻ ശ്രമിച്ചത്. അപ്പോൾ ആ അൽഫോൻസ് അച്ഛൻ ഒരു കുഞ്ഞു കാറ്റിൽ പോലും ഒരുപക്ഷെ അയാൾ പറന്നു പോയേക്കും എന്ന് തോന്നണം. അങ്ങനെ നോക്കുമ്പോൾ മലയാളത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. അവിടെയാണ് ഈ പ്രാഞ്ചി ഒരു പക്ഷേ നടന്നാൽ ഇതിൻ്റെ എല്ലാം രൂപവുമായി എൻ്റെ മനസ്സിലുള്ള രൂപവുമായി ഏറെ സാദൃശ്യമുള്ളൊരു രഘുവരനിലേക്ക് ചെന്നെത്തുന്നത്. ഈ ആധുനിക കാലത്ത് ഒരു പെണ്ണ് അനുഭവിക്കുന്ന, ഒരുപക്ഷെ എല്ലാ കാലത്തും പെണ്ണ് അനുഭവിച്ചിരിക്കുന്ന മുഴുവൻ വ്യഥകളും, ഈ ഭർത്താവിൻ്റെ മുന്നിലുള്ള സംശയം, അതിൽ നിന്ന് ഭർത്താവ് ഏൽപ്പിക്കുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനം,